തേനീച്ചകളെ നമ്മൾ കടന്നലുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തേനീച്ചക്കൂട്ടം ഒരാളെ ആക്രമിച്ചാൽ കടന്നൽ കൂട്ടം അയാളെ ആക്രമിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ കടന്നലുകളെ വാസ്പ് എന്നും തേനീച്ചകളെ ബി എന്നുമാണല്ലോ പറയുക. ഇവർക്ക് രണ്ടു പേർക്കും ചില പൊതു സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും രണ്ടും വെവ്വേറെ ഇനങ്ങളാണ്. തേനീച്ചകൾ ഒരിക്കലും അക്രമാസക്തരല്ല. അവർക്ക് റാണിയില്ലാത്തപ്പോൾ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാം എന്നല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് അക്രമാസക്തരാവാറില്ല. പിന്നെ അക്രമം കാണിക്കുന്നത് കൂട്ടിന് എന്തെങ്കിലും ഭീഷണി വരുമ്പോൾ മാത്രമാണ്. തേനീച്ച നമ്മളെ കുത്തിയാൽ അവരുടെ സ്റ്റിങ്സ് അഥവാ സൂചിമുന പോലത്തെ ഭാഗം നമ്മളിൽ ആഴ്ന്നിറങ്ങുകയും അത് പിൻവലിക്കാനാവാതെ അവർ വയറ് പുറത്തു ചാടി മരിക്കുകയും ചെയ്യും. 500-ന് മുകളിലുള്ള തേനീച്ചയുടെ എണ്ണം ഒരാളെ കുത്തുകയാണെങ്കിൽ അയാൾക്ക് അടിയന്തര വൈദ്യസഹായം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. പക്ഷേ ചില അവസരങ്ങളിൽ വ്യക്തിഗതമാണ് ഇത്തരം കാര്യങ്ങൾ. ഒരുപക്ഷെ 19 എണ്ണം കുത്തിയാലും അനാഫൈലസിസ് എന്ന ഒരു അവസ്ഥ വരികയും ശ്വാസതടസ്സം, ഛർദി, ആങ്സൈറ്റി മൂലമുണ്ടാകുന്ന BP, ഹൃദയസ്തംഭനം എന്നിവയൊക്കെ സംഭവിച്ചേക്കാം. കടന്നലുകൾ കുറച്ച് വ്യത്യസ്തരാണ്. അവ ഇരപിടിയന്മാരും അക്രമകാരികളുമാണ്. തേനീച്ചകളെ പോലെ സസ്യാഹാരി അല്ലാത്തതുകൊണ്ട് പ്രാണികളെ വിഷം കുത്തിവെച്ച് കൊന്നാണ് അവർ കൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പൊതുവിൽ ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവം കടന്നലുകൾക്കുള്ളതിനാൽ അവരുടെ കൂട്ടിന്റെ അടുത്ത് പോയാൽ പോലും അവർ അക്രമാസക്തരാകും. മാത്രമല്ല ഫിറമോൺ എന്ന പദാർത്ഥം പുറപ്പെടുവിക്കും. കൂട്ടിലെ സൈനിക കടന്നലുകളെ വിളിക്കുകയും ചെയ്യും. ഇവരെല്ലാവരും ചേർന്നാണ് പിന്നീടുള്ള കുത്തൽ നടക്കുക. തേനീച്ചകളെ പോലെ ഒരു തവണ കുത്തിയാൽ മരിക്കില്ല. അതുകൊണ്ട് വീണ്ടും 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 അവർ കുത്തും. ഇത് അനാഫൈലക്സിസിന്റെ സാധ്യത വർദ്ധിപ്പിക്കും. മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കാട്ടിൽ ഇത്തരം കൂടുകൾ കണ്ടാൽ അവിടങ്ങളിലേക്ക് പോകാതിരിക്കലാണ് ബുദ്ധി.